നമുക്ക് ഈ നമ്മളുടെ കയ്യിൽ നമ്മൾ കളയുന്ന സംഭവമാണല്ലേ ഈ ഓറഞ്ച് പീലൊക്കെ. അപ്പോൾ ഈ ഓറഞ്ച് പീലൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഹെർബൽ ഹാൻഡ് വാഷ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ കൈയുടെയൊക്കെ പരിപാടി കൂട്ടിയിരിക്കുക. കാരണം എന്താ, നമ്മൾ ഏത് നേരം സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മളുടെ വീട്ടിൽ നമ്മൾ ഇത് കണ്ട ഇതുപോലെ ഞാൻ ഈ ഓറഞ്ചിൻ്റെ പീലൊന്നും കളയാറില്ല. ഇതെല്ലാം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ നമ്മൾക്ക് ആക്കി വെക്കുവാണെങ്കിൽ നമുക്കിതുകൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. ഇനിയുള്ള വീഡിയോസിൽ ഞാനിതെല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇതിനകത്ത് കുറച്ചെടുക്കണേന്ന് ഒരു 4-5 ഓറഞ്ചിൻ്റെ തൊണ്ടുണ്ടാവും. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാനൊന്ന് ഉണ്ടോ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഞാൻ ഈ ഓറഞ്ചിൻ്റെ പീലെല്ലാം ചേർത്ത് കൊടുക്കണേന്ന് ഉണ്ടോ. ഓറഞ്ച് പീലെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അളവൊന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ എന്തോരം ചേർക്കണം അതിനനുസരിച്ച് അതിൻ്റെ ഫ്ലേവർ കൊടുക്കും. ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയാണ്. കണ്ടോ, ഇത് പനിക്കൂർക്കയാണ്. അപ്പോൾ ഈ പനിക്കൂർക്കയുടെ ഇലയും ഞാൻ അങ്ങനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുളസി വേണമെങ്കിൽ തുളസി ചേർക്കാം, നമ്മളുടെ ഇഷ്ടം. നമ്മളിപ്പോൾ ഒരു ഹെർബൽ സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പനിക്കൂർക്കയുടെ ഇല ഇതുപോലെ ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. ഇനി കറയാമ്പിൻ്റെയൊക്കെ സ്മെല്ല് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കറയാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1 ലിറ്റർ കണ്ടോ, ഇത് ഞാനൊരു മെഷർമെൻറ്റ് കപ്പിൽ മെഷർ ചെയ്തിട്ടാണ് 1 ലിറ്റർ വെള്ളം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇനി ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. നോക്കിയാൽ നമ്മളിത് കളയുന്ന സാധനങ്ങളാണ്, അത് വെച്ചിട്ടാണ് നമ്മളൊരു ഹെർബൽ ഹാൻഡ് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ഹാൻഡ് വാഷൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കൈയൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ടാവും അല്ലേ. നമ്മുടെ കൈയൊക്കെ ഒരുപാട് ഡ്രൈ ആയി പോകുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള ഹാൻഡ് വാഷ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്നൊരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാനായിട്ട് ഉപകരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ടല്ലേ. നോക്കിക്കേ, അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഇനി തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് ഒന്ന് ചെറിയ തീയിൽ വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഓറഞ്ചിൽ നിന്നുള്ള എല്ലാ ഓയിലും ഒക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലയൊക്കെ കണ്ടോ അതിൻ്റെ അകത്തു നിന്നുള്ള എല്ലാ സത്തും ആ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ മതിയാവും കേട്ടോ. ഇനി നമുക്കത് ഓഫാക്കിയിട്ടുണ്ടല്ലോ, ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഞാനിവിടെ അത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ അകത്തുനിന്നൊരു 300 ml കുറഞ്ഞിട്ടുണ്ട് 1 ലിറ്റർ എടുത്തതിൽ നിന്ന്. അത് സാരില്ല, നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നോക്കിയേ, ഇതുപോലുള്ള ഒരു 175 ഗ്രാം വരുന്ന സോപ്പാണിത്. അപ്പോൾ ഈ സോപ്പിൽ നിന്ന് നമുക്കൊരു പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു 3.5 ലിറ്ററോളം ഹാൻഡ് വാഷ് ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓറഞ്ചൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്നത് 1 ലിറ്റർ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു 50 ഗ്രാം സോപ്പ് നമുക്ക് വേണം. അതായത് ഇതിൻ്റെ ഒരു 1/4 ഭാഗം സോപ്പൊക്കെ നമുക്ക് മതിയാവും. അപ്പോൾ നമുക്ക് ആ 1/4 ഭാഗം സോപ്പ് ഉണ്ടല്ലോ, നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഉണ്ടോ, ഇവിടെ വെച്ചായിരുന്നു നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ അത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. 175 അതായത് 1 ലിറ്റർ ഹാൻഡ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്തോരമാണ്, 50 ഗ്രാം സോപ്പാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇതൊക്കെ വേവിച്ച സെയിം പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാനിത് അരിച്ച് വെച്ചേക്കണ ഓറഞ്ച് ഇതൊക്കെ കൂടി തിളപ്പിച്ച വെള്ളം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് ശരിക്കും പറഞ്ഞാൽ. ഓറഞ്ചിൻ്റെയും കറിയാമ്പിൻ്റെയൊക്കെ സ്മെല്ല് നന്നായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ സോപ്പ് നമ്മൾ ഇതാക്കിയിരിക്കുന്ന സോപ്പ് നമുക്ക് ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് ചൂടാക്കി ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ. ഓഫാക്കിയേക്കാം. ഉണ്ടോ, ഇതിങ്ങനെ തിളച്ച് പൊങ്ങി വരും. അപ്പോൾ നമുക്കങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ.
ഉണ്ട്. ഇതെല്ലാം ഡിസോൾവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് സോപ്പുകളെല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഗ്ലിസറിൻ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൈക്ക് കുറച്ചും കൂടി ഒന്ന് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെജിറ്റബിൾ ഗ്ലിസറിനാണ്. നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൈയൊക്കെ ഒന്ന് കുറച്ചും കൂടി നറിഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലിസറിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത്. ഇപ്പം ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇനി ഇതിനെ നമുക്ക് ലീവ് ചെയ്യാം കേട്ടോ. ഒരു 5 മണിക്കൂറോളം നമുക്കിതിനെ ഇങ്ങനെ ലീവ് ചെയ്യാം. സോപ്പ് കണ്ടോ, ഇപ്പം എങ്ങനെയായി നോക്കിയേ, കണ്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് തുറന്നു ഭയങ്കര തിക്കായിട്ടിരിക്കണം അല്ലേ. പക്ഷെ നമുക്കിത് ഉണ്ടാകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്കിപ്പോൾ തോന്നുവാണ് ഇത് ഭയങ്കരമായിട്ട് തിക്കാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്തായാലും എന്ന് വെച്ചാൽ ഇത് തിളപ്പിച്ചപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു, ഒരു 300 ml കുറഞ്ഞായിരുന്നു. അത് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയി. ഇതിപ്പോൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നോക്കിയേ. അപ്പോൾ ഇത്തിരി ലൂസായിട്ടുണ്ട് കണ്ടോ. നമ്മളുടെ കറക്റ്റ് ഹാൻഡ് വാഷിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനെ മതിയാവും. അപ്പം നമുക്ക് ഒട്ടും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അതേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ, ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് നല്ലത് നമ്മൾ ഓറഞ്ച് പീലൊക്കെ എടുത്തേക്കണോണ്ട് ഓറഞ്ചിൻ്റെ അല്ലെങ്കിൽ ലെമണിൻ്റെ എസെൻഷ്യൽ ഓയിലായിരിക്കും ശരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഇതെന്താ പറയുക, അത്തർ. അപ്പോൾ ഇതൊക്കെ ചിലതിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഓയിലും നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ചേർക്കുന്നില്ല ഇതിൻ്റെ അകത്ത്, കാരണം ഇതിന് അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. ഇനിയിപ്പോൾ പക്ഷേ എനിക്ക് ഓറഞ്ചിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചേർക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നോക്കിക്കേ, ഞാനൊരു ഹാൻഡ് വാഷിൻ്റെ ഒഴിഞ്ഞ കുപ്പിയിലോട്ട് നമ്മുടെ ഹാൻഡ് വാഷ് ലിക്വിഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഉപയോഗിച്ച് കാണിക്കാം. അപ്പം ഞാനിനി ഞാനിത് കാണിച്ചിട്ട് നമ്മുടെ ഹാൻഡ് വാഷ് ലിക്വിഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഉണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയേക്കണത്. ഉണ്ടോ. ഇനി ഇത് നമുക്ക് കാണിച്ചു തരാം. ഉണ്ടോ, നന്നായിട്ട് പതഞ്ഞും വരുന്നുണ്ട് കണ്ടോ. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓറഞ്ചിൻ്റെ അല്ലെങ്കിൽ ലെമണിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കുറച്ചും കൂടി നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. ഉണ്ടോ. ഇപ്പോൾ ഹെർബൽ ഹാൻഡ് വാഷ് റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.